ഹലോ എവരിവൺ. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ ഈ ബൈജൂസ് ടാബിനെ കുറിച്ചാണ് ഒരു ഫീച്ചേഴ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാണ്. ഈ ബൈജൂസ് ടാബിൽ ഇപ്പോൾ നമുക്ക് യൂസറായി 2-3 യൂസേഴ്സിനൊക്കെ നമുക്ക് ഒരേ സമയത്ത് ഉണ്ടാക്കാൻ പറ്റും, ഉൾപ്പെടുത്താൻ പറ്റും. ഇതിപ്പോൾ ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന എൻ്റെ ഒരു യൂസറാണ്. ഇതാണ് ഈ യൂസറിൻ്റെ ഓരോ സംഭവം. ഈ ഒരു വിൻഡോ ഇത്ര ആപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ വേറെ യൂസർ കാണിക്കുക. ഇതുണ്ടോ, നമുക്ക് കുറേ യൂസേഴ്സിനെ നമുക്ക് ആഡ് ആക്കാൻ പറ്റും. ഇതിപ്പോൾ വേറെ വിൻഡോ ആണ്. അപ്പോൾ ജസ്റ്റ് പാസ്വേഡൊക്കെ ഒന്ന് അടിച്ചു നോക്കി. ഇതേപോലെ നമുക്കിത് വേറെ വിൻഡോ ആണ്. ഇതിപ്പോൾ ഇതിലൊരു ആപ്പും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇതുപോലെ നമുക്ക് എന്താക്കാം, കുറേ യൂസേഴ്സിനെ ഇങ്ങനെ ആഡ് ആക്കാം. മനസ്സിലായോ? ഇതൊരു നല്ല ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇത് 4GB ഉള്ളൂ ഇതിൻ്റെ റാം. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് യൂസേഴ്സിനെ ആഡാക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ നമുക്ക് ഒരു ടാബ് തന്നെ 2-3 ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാനൊക്കെ പറ്റും. ഓക്കെ.